രാം നാരായൺ രാം. ഇന്ന് സമാജത്തിൽ അധികാരത്തിലുള്ളവർ, നേതാക്കൾ, അവർ ശരിയായ പ്രവർത്തനം നടത്തുന്നുണ്ടോ? ജനതയുടെ ക്ഷേമത്തിനായി ജനത തിരഞ്ഞെടുക്കുന്നവർ, അവർ ജനതയുടെ ക്ഷേമം ചെയ്യുന്നുണ്ടോ? മനുഷ്യനിർമ്മിത ഭരണഘടന അനുസരിച്ച് അധികാരത്തിലുള്ളവർ ശരിയായ ദിശയിൽ പോകുന്നുണ്ടോ? ഇന്ന് ലോകം യുദ്ധവും സംഘർഷവും നിറഞ്ഞിരിക്കുന്നു. വിഷമവും കുഴപ്പവും പരന്നിരിക്കുന്നു. ഒരു രാജ്യം മറ്റൊരവനെ ശത്രുവാക്കി കിടക്കുകയാണ്. എല്ലാവരും തങ്ങളുടെ സ്വാർത്ഥം മാത്രം കാണുന്നു. ഈ രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അവർ എന്തിനാണ് പോരാടുന്നത്? സ്വത്തവകാശത്തിനോ അല്ലെങ്കിൽ അധികാരത്തിനോ? ഭൂമിയും ആകാശവും പ്രകൃതിയും മറന്ന് എല്ലാവരും തങ്ങളുടെ സ്വയം പരിശോധന ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ആരെങ്കിലും പറയട്ടെ. എന്തായാലും എല്ലാം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. പിന്നെ അതിന്റെ നിമിത്തം എന്തുവേണ്ടി പോരാടുന്നു? ഇന്നത്തെ മനുഷ്യൻ മറന്നിരിക്കുന്നു ഭൂമിയിൽ അവന്റെ തത്വസമയം എന്തെങ്കിലും ഒന്നുമില്ലെന്ന്. ഇന്നത്തെ കാലത്ത് മതം, ജാതി, വർഗം, ഉയരം, താഴം എന്ന വിഷയങ്ങൾ ഇവ പ്രകൃതിയാൽ നിർമ്മിച്ചതാണോ? ഇല്ല, ഇവ മനുഷ്യൻ നിർമ്മിച്ചവയാണ്. നമ്മൾ പ്രകൃതിയോട് എത്ര നന്ദി പറയുന്നാലും കുറവാണ്. പ്രകൃതിയുടെ കാരണത്താൽ തന്നെ നാം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ നമ്മുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ? പ്രകൃതിയാണ് നമുക്ക് ജീവിതം നൽകി. ബുദ്ധിയും ജ്ഞാനവും എല്ലാം അവിടത്തുനിന്നാണ്. നാം ചെയ്യുന്നതെന്താണോ അതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യണം. ബുദ്ധിയാണ് നമ്മെ സത്യം അറിയിക്കാൻ സഹായിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റായ പ്രവർത്തനം ചെയ്യാൻ ആലോചിക്കുന്നപ്പോൾ ഒരു ശബ്ദം നമ്മുടെയെന്തു മനസ്സിൽ കേൾക്കുന്നു: ഇത് നിർത്തൂ, ചെയ്യരുത്, ഇത് ശരിയായല്ല. ഈ ശബ്ദം മറ്റുള്ളവരുടെ ശബ്ദമല്ല, നമ്മുടെ മനസ്സിലെ ബുദ്ധിയുടെ ശബ്ദമാണ്. നാം നമ്മുടെ ബുദ്ധി അനുസരിച്ച് പോകുന്നുവെങ്കിൽ ഒരിക്കലും തെറ്റായ പ്രവർത്തനം ചെയ്യുകയില്ല. എപ്പോഴും ശരിയായ ദിശയിൽ മുന്നേറാം. ഇന്ന് മനുഷ്യൻ തന്റെ സ്വാർത്ഥത്തിനായി മറ്റുള്ളവരുടെ ദോഷം മാത്രമല്ല, തന്റെ ബുദ്ധിയുടെ അഭിപ്രായവും അനുസരിക്കുന്നില്ല. അതിന്റെ ഫലമായി മനുഷ്യൻ വഴിതെറ്റി പോകുന്നു. ഈ ആകാശം, പ്രകൃതി, ഭൂമി, ഊർജം എന്നിവയ്ക്ക് നിരന്തരമായി നമസ്കരിക്കണം. രാം നാരായൺ രാം എന്ന മന്ത്രം അഥവാ ചൊല്ലണം. കാരണം ഈ മന്ത്രത്തിൽ ബ്രഹ്മാണ്ടത്തിന്റെ സമ്പൂർണമായ ചിഹ്നം ഉൾക്കൊള്ളുന്നു. ആകാശത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രകൃതിയുടെ സൃഷ്ടി നടപ്പിലായി. പ്രകൃതിയിൽ നിന്നാണ് നാം ഉണ്ടാകുകയും ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുക. ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളും താരങ്ങളും ഇവിടെയുണ്ട്. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്. സൃഷ്ടി ആരംഭിച്ചപ്പോൾ അത് ചെറുതായിരുന്നെങ്കിലും പെട്ടെന്ന് ആ സൃഷ്ടി വികസിച്ചു മഹാനായ വലുപ്പത്തിലെത്തി. ഭൂമിയിൽ ഏകദേശം 800 കോടി ആളുകളുണ്ട്. അവരുടെ എല്ലാ ശരീരങ്ങളും രാം നാരായൺ രാം എന്ന മന്ത്രത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഇതിൽ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമുക്ക് ഊർജവും ബുദ്ധിയും നൽകുന്നത്. ഈ ബുദ്ധി തന്നെ നമ്മെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയിക്കാൻ സഹായിക്കുന്നു. എങ്ങനെ ജീവിക്കണം, അത് എങ്ങനെ നടത്തണം. ഈ പരിപാടിയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബുദ്ധിയെ കേൾക്കാത്തുവെങ്കിൽ മോക്ഷം ലഭിക്കില്ല. നാം അറിയുന്നു, ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ 50,000,000 കോടി ആത്മങ്ങൾ ജീവിക്കുന്നു. നമ്മൾ ആരും നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നു, അത് നമ്മെ തൃപ്തിപ്പെടുത്തുന്നു. എന്നാൽ നമ്മൾക്കുള്ള 50,000,000 കോടിയുടെ ആത്മാവുകൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ അവ തീരും. പിന്നീട് ഈ 50,000,000 കോടി ആത്മാക്കളുടെ ഊർജവും ദ്രവ്യവും തീരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മചിന്തന നടത്തുകയും നമ്മുടെ ബുദ്ധിയെ കേൾക്കുകയും അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ ബുദ്ധി ശരിയായ ദിശയിലൂടെ നയിക്കും. കൂടാതെ രാം നാരായൺ രാം എന്ന മന്ത്രം ചൊല്ലി പോകുക. കാരണം ഇത് നിങ്ങളെ ജീവന്റെ ഉദ്ധാരണത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാക്കും. നിങ്ങളുടെ ആന്തരിക ആത്മാവിനെ തുറന്നു കാണിക്കുകയും ചെയ്യും.